She's such a sweetheart. She's such a എന്താ പറഞ്ഞ she never say no to me. ഇപ്പൊ ടൈം എത്രയായോ? 1 മണി പച്ചപ്പാതിരായി. she was sleeping. ജസ്റ്റ് മുഖം കഴുകാൻ വാഷ്റൂം പോവാൻ വേണ്ടി എണീക്കാൻ പോയത്. I just asked her നമുക്കൊരു വീഡിയോ എടുത്താളാ. അപ്പൊ തന്നെ പാവ നൈറ്റി ഒക്കെ മാറി ഡ്രസ്സൊക്കെ ഇട്ട് I love you. എത്ര സന്തുഷ്ടമായ ഭാര്യമാരാണ് നമ്മുടെ ഈ ബഷീർ ഭാഷയ്ക്കുള്ളതെന്ന് നിങ്ങൾ കണ്ടല്ല. അപ്പൊ ഈ ഒരു ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ബഷീർ ഭാഷയും അതേപോലെ ഭാര്യമാരുമാണ് ടോപ്പിക്. ഇത് ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് ഒളി ക്യാമറ വെച്ച് എടുത്തിട്ട് വന്ന് ഇടുന്ന വീഡിയോ ഒന്നല്ല. അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ കാണിക്കുന്നു. അത് കണ്ടിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞിട്ട് തന്നെ വീഡിയോനകത്തേക്ക് തുടങ്ങാം. അപ്പൊ എന്തായാലും ബഷീർ ഭാഷയുടെ ഭാര്യമാരുടെ ഇപ്പോ അവരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ മഷൂറയുടെ ചാനലിനകത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. 2 ഭാര്യമാരാണല്ലോ, അതായത് സുഹാന, എനിക്ക് പേരടക്കൽ മാറിപ്പോ, സുഹാനയും മഷൂറയും. അപ്പൊ ഈ മഷൂറയുടെ ചാനലിനകത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് എന്ന് പറഞ്ഞാൽ ഈ മഷൂറ സുഹാനേനെയും വിളിച്ചിരുത്തിയിട്ട് ഇവരുടെ അടിയിൽ വരുന്ന നെഗറ്റീവ് കമന്റുകൾക്ക് റിപ്ലൈ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണത്. അപ്പൊ ഇവരുടെ കമന്റ് ബോക്സിനകത്ത് തന്നെ പറയണ്ടല്ലോ, നെഗറ്റീവ് കമന്റുകളോട് നെഗറ്റീവ് കമന്റുകളാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ ഒരു വീഡിയോന്റെ പോർഷൻസ് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. എന്റെ ന്യൂ ഇയറിലേക്കുള്ള ഉപദേശം ഇന്ന് തുടങ്ങി. മാക്സിമം നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ സമയം നിൽക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പല പ്രശ്നത്തിലും പലരും കടന്നുപോണ ആൾക്കാരുണ്ടാവും. അത് ഒരു സ്ഥലത്തേക്ക് എടുക്കുക. മാക്സിമം കളയാൻ പറ്റുന്ന വിഷമമാണെങ്കിൽ എടുത്തങ്ങോട്ട് എറിയുക. കളയാൻ പറ്റാത്തൊന്നുമില്ല. നമുക്ക് നമ്മുടെ മൈൻഡിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ, ഒരു ഫാമിലി പ്രശ്നമാണെന്ന് വിചാരിച്ചു. പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ്, അങ്ങനെ വിചാരിച്ചു. പുതിയതായിട്ട് കയറി ചെല്ലണ വീട്, അവർക്ക് അവരുടെ വീട്ടിലെ കുട്ടി സ്നേഹം കുറയും. ഈ പുതിയ പെണ്ണ് വന്നുകൊണ്ട് സ്നേഹം കുറയുമെന്നും, ഈ പെണ്ണിനാണെങ്കിൽ ഇവര് പുതിയ അങ്ങനത്തെ ഒക്കെ പ്രശ്നം ഉണ്ടാവില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? കയറി ചെല്ലണ പെണ്ണ് അത് സ്വന്തം ഫാമിലിയായിട്ട് കരുതുക. ഈ കയറി ചെല്ലണ വീട്ടുകാരും അത് സ്വന്തം കുട്ടിയാണെന്ന് ചിന്തിക്കുക. പിന്നെ നമ്മളങ്ങനെ കല്യാണം കഴിഞ്ഞ് ചെന്നവരല്ലേ. അപ്പൊ ആ കയറി ചെല്ലണ വീട്ടിലെ ആൾക്കാർ അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ എങ്ങനെയാണ് ചിന്തിച്ചത്, അതുപോലെ പൊതുവെ അങ്ങനെയാണ് ചിന്തിച്ചത്. നമുക്ക് അങ്ങാട് ഇങ്ങാടെ ചിന്തിച്ചാൽ അതുപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമ്മുടെ സ്ഥാനത്ത് അവരെ വെക്കുക, അവരുടെ സ്ഥാനത്ത് നമ്മ വെക്കുക. നമ്മൾ അങ്ങനെ ചെയ്തോണ്ടിട്ടാണ് നമ്മൾ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കണേ. അപ്പൊ അങ്ങാട് ഇങ്ങാടെ അണ്ടർസ്റ്റാൻഡ് ചെയ്താ നമ്മള് വിട്, ഞാനും നീ, നമ്മൾ 2 പേരെടുക്കാം. ഫാമിലി വേറെ ആൾക്കാർ. യു നോ ഹൗ മച്ച് ഐ ലവ് ബേബി ആൻഡ് ഐ നോ ഹൗ മച്ച് യു ലവ് ഹിം. അതാണ് നമ്മൾ എടുത്ത് വെച്ച് മനസ്സിലായ. അതാണ് നമ്മൾ തമ്മിൽ ഇതുവരെ ഒരു ക്ലാഷ് വരാത്തത്. പുള്ളിക്കാരി എന്തായാലും ഇടയ്ക്ക് പറഞ്ഞ നമ്മുടെ സ്ഥാനത്ത് അവരെ വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല സംഭവം എന്താ പുള്ളിക്കാരി ഉദ്ദേശിച്ചതെന്ന്. പക്ഷെ എന്തോ കാര്യമായിട്ട് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവസാനം പറഞ്ഞത് എന്തായാലും ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. കാര്യം നമ്മൾ ഇത്രയും സ്നേഹത്തോടെ ഞങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ബഷീർ ഭാഷി എന്ന് പറയുന്ന ആളൊരു പുള്ളി പുണ്യം ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. കാര്യം ഇത്രയും സ്നേഹമുള്ള 2 ഭാര്യമാരെ പുള്ളിക്കാരനെ കിട്ടിയല്ല, അത് 1 അല്ല 2 ഭാര്യമാരെ കിട്ടി പുള്ളിക്ക്. അപ്പൊ എന്തായാലും ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, എനിക്ക് ഈ ബഷീർ ഭാഷിയുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിനോട് കാര്യങ്ങളോടൊന്നും ഒരു താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതിപ്പോ എന്റെ ഇഷ്ടമാണ്. ഇപ്പൊ അവരത് കാണുമ്പോഴത്തേക്കും എനിക്കത് താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെന്ന് പറയാം, ഇല്ലാതെങ്കിൽ ഇല്ലെന്ന് പറയാം. എനിക്ക് പുള്ളിക്കാരന്റെ കാര്യം, ഒരു ഭാര്യ ഇരിക്കുക, അതിന്റെ മുകളിൽ കൂടെ അടുത്തൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കതൊരു എന്റെ മനസ്സിനകത്തൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ആ ഒരു കാര്യത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഇവരത് കാണുമ്പോഴത്തേക്കും തോന്നുന്നത്. അത് എന്റെ കാര്യമാവാം, നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ഒപ്പീനിയനൊക്കെ ആയിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ എത്ര ഭാര്യമാരുണ്ടെങ്കിലും അവര് ഹാപ്പി ആണല്ലോ എന്നൊക്കെ തോന്നിയേക്കാം. അവര് ഹാപ്പി ആണെന്ന് പറഞ്ഞാലും എത്രത്തോളം നിങ്ങൾക്ക് ഒരാളെ നമ്മൾക്ക് സ്നേഹിക്കുമ്പോഴത്തേക്കും അതിനൊരു പ്യൂരിറ്റി ഉണ്ട്. പക്ഷെ ഒരു 2 പേരെയും ഒരേപോലെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അതിന്റെ ലോജിക്ക് കിട്ടുന്നില്ല. അപ്പൊ ബാക്കി ഉണ്ടോക്കാം. അല്ല, അങ്ങനെ പറ്റൂല. കൈസ് അഭിനയിക്കാനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിപ്പോ നമ്മ ബിഗ് ബോസ് അഭിനയം വിചാരിച്ചോ, അഭിനയിക്കണമെങ്കിൽ പൊളിഞ്ഞോട്ടെ. ഓക്കെ അല്ലേ? ഒരു ദിവസം പൊളിഞ്ഞോട്ടെ അഭിനയിക്കണമെങ്കിൽ. അഭിനയിക്കണമെങ്കിൽ പൊളിയട്ടെ, കുഴപ്പമില്ല. പക്ഷെ
അഭിനയിക്കാൻ പറ്റൂല. അതാണ് പ്രശ്നം. അഭിനയിക്കാൻ പറ്റൂല, അതങ്ങനെയാണ്. അപ്പൊ അവർ അഭിനയിക്കണമെന്നല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ചിലപ്പോ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള സ്നേഹമായേക്കാം ഇവർ രണ്ടുപേരും തമ്മിൽ. പക്ഷെ എന്നാലും ഇപ്പൊ ഞാൻ ഇവരുടെ പെർസ്പെക്റ്റീവിൽ നിന്നൊന്ന് ആലോചിക്കുന്നുണ്ട്. ഇവരുടെ ഭർത്താവാണല്ലോ ഈ ബഷീർ ബാഷി. അപ്പൊ അവര് ഈ ഭർത്താവ് പോയിട്ട് വേറൊരു ഭാര്യനെ കല്യാണം കഴിക്കുമ്പോഴത്തേക്കും ഒരു ഭാര്യയ്ക്ക് അതിനകത്ത് ഒരു അസൂയയും അല്ലെങ്കിൽ ഒരു സങ്കടവും അല്ലെങ്കിൽ ഒരു ജലസിയും ഒരു ഇതും തോന്നൂല എന്നാണ് എനിക്ക് തോന്നള്ള കേട്ടോ. അങ്ങനെ തോന്നാണ്ടിരിക്കുമെന്ന്. കാര്യം എനിക്ക് അങ്ങനെ തോന്നള്ള. ഞാൻ എന്റെ കാര്യം പറയണേ. എന്റെ ക്ലിപ്സിനെ പറ്റി പറഞ്ഞത് സോണിനെ കണ്ടിട്ട് ഇതായിരുന്നു എബ്രോന്റെ സ്ക്രീൻ ടൈമും കൂടെ തന്നെ നിന്റെ ക്ലിപ്പിംഗ് ഇതുപോലെ കുഞ്ഞ ക്ലിപ്സ് വെക്കണം നമ്മുടെ സ്റ്റൈല്. എനിക്കത് കണ്ടിട്ട് ഏത് യുഗത്തിലുള്ള ആൾക്കാരാണെന്നുള്ളതെന്നൊരു ഒരാള് കോമൺ സെൻസോടെ റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താണ് അതന്നെ ഇവനെ അന്ന് ഹോസ്പിറ്റലിൽ എബ്രൂനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും മേക്കപ്പ് ചെയ്ത് പോയെന്നാ. പിന്നെന്താ ക്ലിപ്പൊക്കെ കുത്തി അത് കുഞ്ഞു പിള്ളേര് ഈ രണ്ടെണ്ണം കണ്ടത് എനിക്ക് ഭ്രാന്തായപ്പോ തന്നെ ഞാൻ നിർത്തി. ആ റിപ്ലൈ ഞാൻ പിന്നെ നോക്കിയില്ല. എന്ന് വെച്ചാ ഞാൻ കുത്തിയിരുന്നു. സോന് ഡയറക്ട്ലി എന്നെ പറയാൻ സോന് പറ്റൂല. സോന് ഡയറക്റ്റ് ആയിട്ട് കുറെ ആൾക്കാർക്ക് ജസ്റ്റ് ഒന്നും പറയാറില്ല ഡയറക്റ്റ് ആയിട്ട് ആൾക്കാർ. പക്ഷെ തമാശക്ക് എന്ന് പറഞ്ഞാൽ സോന് ഡയറക്റ്റ് ആയിട്ട് പോകും. ഷി ഡസന്റ് ലൈക്ക് സംബഡി ടോണ്ടിങ് ഓൺ മീ. എന്താല്ലേ ഒരു ഭാര്യനെ പറയുന്നത് മറ്റേ ഭാര്യക്ക് ഇഷ്ടമല്ല. കാര്യം അത്രയ്ക്ക് സ്നേഹമാണ് അവര് തമ്മില്. അപ്പൊ എന്ത് സ്നേഹമാണല്ലേ. അപ്പൊ ഇങ്ങനത്തെയൊക്കെ സ്നേഹങ്ങള് നിങ്ങളപ്പൊ എന്താണ് ഈ ഒരു കാണിക്കുന്ന, അതായത് ഓഡിയൻസിനകത്തേക്ക് നിങ്ങൾ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ഇത്രയും സ്നേഹത്തോടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്നേഹത്തോടെ ഇരിക്കുക. 2 ഭാര്യമാരോ 3 ഭാര്യമാരോ 4 ഭാര്യമാരോ ആയിട്ട് ഇരിക്കുക എന്നാണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇത് എനിക്ക് അറിയാൻ പറ്റുള്ള. എനിക്ക് അത് എന്റെ ഒരു ഇതാവാം. ഇത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് വന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കാട്ട. പിന്നെ ഇതിന്റെ അടിയിൽ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു കമന്റുകൾ വായിച്ച് കേൾപ്പിക്കാതെ. മഷു, നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു കുടുംബം കലക്കിയാണ്. 2 മക്കളെയും ഒരു പെണ്ണിന്റെയും ജീവിതം തകർത്തവൾ നീ അത്ര നല്ല സ്ത്രീയൊന്നും അല്ല. അപ്പൊ അത് പുള്ളിക്കാരന്റെ ഒരു പെർസ്പെക്റ്റീവ്. അപ്പൊ എന്താണെങ്കിലും ഈ കുടുംബം തകർത്തു എന്ന് പറയണമെങ്കിൽ ആദ്യം അവര് പറയണം, ഈ മഷു പറയണം ഇവളെന്റെ ജീവിതം തകർത്തു, ഇവളെന്റെ കെട്ടിയോനെ തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഇവര് ഒരു ജീവിതം തകർത്തു എന്നുള്ള ഇതിനകത്ത് പറയാം. പക്ഷെ അല്ലാണ്ട് നോക്കുമ്പോഴും ഇവര് എത്രത്തോളം ഈ സംഭവം പോസിബിൾ ആണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടെ. ഇതെങ്ങനെയാണ് പിന്നെ അവരുടെ ജീവിതം അവരിവിടെ കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ അവരുടെ ജീവിതത്തിനകത്തേക്ക് തിരിഞ്ഞേ നോക്കൂല. ഇത് അവര് തന്നെ വന്നിട്ട് പറയണാണ്, ഞങ്ങൾ ഈ ഭാര്യമാരെ കണ്ടു, എത്ര സന്തോഷമായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്, എത്ര സ്നേഹത്തോടെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെയാണ് കാണിക്കുന്നത്. പിന്നെ ഇതിന്റെ അടിയിൽ ഇഷ്ടംപോലെ കമന്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ സൈഡിനകത്ത് കൊടുക്കുക, എല്ലാം ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിക്കുന്നില്ല. അപ്പൊ ആ ഒരു കമന്റുകളിനകത്ത് ഭൂരിഭാഗം കമന്റുകളോട് എൻ്റെ ഒരു അഭിപ്രായം ഉള്ളവരായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കമന്റിനകത്ത് വെറുതെ തെറി വിളിക്കുന്നവരെ കേസല്ല ഞാൻ പറയുന്നത് ജെന്യുവിൻ ആയിട്ട് ഇപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും ആർക്കായാലും തോന്നുന്ന കാര്യങ്ങളാണ് കമന്റ് ബോക്സിനകത്ത് ഇട്ടേക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ കുടുംബം കലക്കി ആ ഒരു ഇതിനോടൊന്നും എനിക്ക് വലിയ യോജിപ്പില്ല. അതായത് അവര് പറയണം, അവര് പറയാത്തോടത്തോളം കാലം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവരുടെ കുടുംബം കലക്കി, അതൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു, ഇപ്പൊ ഇവര് വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ അഭിനയിക്കുന്നതല്ല എന്നൊക്കെ വന്നിട്ട് ഇവർ പറയുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ഫാമിലി വ്ളോഗോ അല്ലെങ്കിൽ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ പറയുന്നവരെ നിങ്ങൾ ഒരിക്കലും വെള്ളം തൊടാണ്ട് വിശ്വസിക്കാൻ പാടില്ല. അതിപ്പോ ആരാണെങ്കിലും, ബഷീർ ബാഷിയുടെ ഭാര്യമാരല്ല, ബഷീർ ബാഷിയോ അല്ലെങ്കിൽ ഞാനാണെങ്കിലോ ആരാണെങ്കിലും ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും റിയൽ ആയിട്ട് ആയിരിക്കില്ല നിൽക്കുന്നത്. അത് ആ കാര്യം നമുക്ക് നമ്മുടെ ലൈഫിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ പല രീതിക്ക് നമ്മൾ അപ്പോൾ ഒന്നും നോക്കില്ല, നമ്മൾ ആയതൊന്നൊക്കെ വിളിച്ച് പറയും. പക്ഷേ നമ്മളിപ്പോൾ ഒരു ക്യാമറ ഓണാക്കി വെച്ചിരിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം 4 പേര് നമ്മളെ കാണാനുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് സംസാരിക്കുള്ളൂ. അതിപ്പോൾ നിങ്ങൾ എത്രത്തോളം നിങ്ങൾ റിയൽ ആണെന്ന് പറഞ്ഞാലും അത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്തൊന്നും വലിയ ഇവര് റിയൽ ആണെന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എനിക്ക് അത്രയാണ് പറയാനുള്ള. അപ്പൊ എന്താണ് ഇതിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.